അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു കിഡിലൻ കോഫി പുഡിംഗ് ആണ്. ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് കിഡിലൻ ജെല്ലി ആയിട്ടുള്ള കിഡിലൻ പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കോഫി പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ലിറ്റർ മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 ലിറ്ററാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ ആണ് ഞാൻ പറയുന്നത്. ഈ 1/2 ലിറ്റർ മിൽക്കിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഏത് കോഫി പൗഡർ ആയാലും മതി, ഞാൻ ഇൻസ്റ്റൻ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതല്ല നമ്മളെ കാപ്പിപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അതൊരു 1/4 കപ്പ് പാലിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് അരിച്ചെടുത്തിട്ട് ചേർത്താൽ മതി. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഇതിലേക്കൊരു 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. കോഫി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു മധുരം മുന്നിട്ട് നിൽക്കണം. ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ ലംസൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് മാറ്റാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. സ്റ്റവ് ഓൺ ചെയ്താൽ പിന്നെ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, നിർത്തരുത്. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ചൊന്ന് തിക്കാവുമ്പോഴും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിങ്ങനെ ചെറുതായിട്ട് തിക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലാറ്റിനോ ചൈന ഗ്രാസോ അഗറോ അങ്ങനെ യാതൊരുവിധ സാധനങ്ങളും യൂസ് ചെയ്യുന്നില്ല. നമ്മളെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കോൺഫ്ലവർ പിന്നെ എല്ലാവരുടെ വീട്ടിലും ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം, സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്ലാസിൻ്റെ പാത്രം എടുക്കണം എന്നൊന്നുമില്ല, ഏത് പാത്രം എടുത്താലും മതി. കേക്കിൻ്റെ ഒക്കെ ടിന്നുണ്ടെങ്കിൽ ബേക്കിൻ്റെ ടിന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വെയിറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അത് തിക്കായി പോകും കോൺഫ്ലോർ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതാ ഒരു 4 മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ട് നല്ല ജെല്ലി ആയിട്ടുള്ള പുഡിംഗ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊരു പ്ലേറ്റ് വെച്ചിട്ട് തിരിച്ചൊന്ന് മറിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല സെറ്റായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുള്ളൂ. ഫുള്ള് സെറ്റായില്ല എന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതാ പുഡിങ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ തന്നെ അത് താഴത്തേക്ക് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഗ്ലാസ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ പെർഫെക്റ്റായിട്ട് നല്ല ജെല്ലി ആയിട്ടുള്ള പുഡിങ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗ്ലേസിങ്ങും കൂടെ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ അതിൻ്റെ മുകളിലൊന്നിങ്ങനെ അരിപ്പ് വെച്ചിട്ടൊന്ന് തട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളൂ. കോഫിയുടെ ടേസ്റ്റ് ഇത്രയ്ക്ക് വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് പുഡിങ്ങാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. കുട്ടികൾക്ക് നല്ല പുഡിങ് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. പിന്നെ ഒരു പുഡിങ് കഴിക്കണം തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ബൂസ്റ്റ് ചേർക്കൽ ഓപ്ഷണലാണ്. അപ്പോൾ ബൂസ്റ്റിന് പകരമായിട്ട് കൊക്കോ പൗഡറോ ഹോർലിക്സോ ഏത് ചേർത്താലും ടേസ്റ്റാണ്. ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് ചേർത്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാകും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്